കേരളം ഇതുവരെ കാണാത്തതും കേൾക്കാത്തതുമായ പ്രവർത്തികളാണ് ഗവർണർ എന്ന നിലയിൽ ഡോക്ടർ ആരിഫ് മുഹമ്മദ് ഖാനിൽ നിന്ന് തുടക്കം മുതൽ ഉണ്ടായിട്ടുള്ളത്. നയപ്രഖ്യാപനത്തിലും നിയമസഭ പാസാക്കിയ ബില്ലുകളിലും ഒപ്പിടാതെയും രാഷ്ട്രീയ പ്രസംഗങ്ങൾ നടത്തിയും ഗവർണർ സർക്കാരിനെ വട്ടം കറക്കിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ SFIയുമായി തെരുവിൽ പോരാടാനുള്ള ആരിഫ് മുഹമ്മദ് ഖാന്റെ നീക്കം കേരള രാഷ്ട്രീയത്തിലെ ഒരു അസംബന്ധ നാടകമായി മാറിയിരിക്കുന്നു. കേരള സർവകലാശാലയിലേക്ക് ഗവർണർ നോമിനേറ്റ് ചെയ്ത 18 പേരിൽ 16 പേരും സംഘപരിവാർ ബന്ധമുള്ളവർ. CPM പ്രവർത്തകനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയുടെ ഭാര്യയും സെനറ്റിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. കലാപ്രതിഭ, 1ാം റാങ്കുകാർ ഉൾപ്പെടെ സർവകലാശാല രജിസ്ട്രാർ നൽകിയ 4 വിദ്യാർത്ഥി പ്രതിനിധികളുടെ പേരുകൾ വെട്ടിനിരത്തി ABVP-കാരായവരെ നാമനിർദ്ദേശം ചെയ്തു. ഇതോടെ പ്രതിഷേധവുമായി SFI രംഗത്തെത്തി. സ്വാഭാവികമായും ഒരു ചോദ്യം ഇവിടെ ഉയരാം. എന്തുകൊണ്ട് KSUO, MSFO പ്രതിഷേധത്തിന് മുതിരുന്നില്ല? കാലിക്കറ്റ് സർവകലാശാലയിലേക്ക് ഗവർണർ നൽകിയ ലിസ്റ്റിൽ കോൺഗ്രസുകാരും ലീഗുകാരും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ് സിമ്പിളായ ഉത്തരം. സ്വകാര്യ പരിപാടിയിൽ പങ്കെടുത്ത് ഹോട്ടലിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ ഗവർണർക്കെതിരെ SFIയുടെ ആദ്യ കരിങ്കൊടി പ്രതിഷേധം. വാഹനത്തിന് മുന്നിലേക്കെത്തിയ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. തൊട്ടടുത്ത ദിവസം ഡൽഹിക്ക് പോകാൻ വിമാനത്താവളത്തിലേക്ക് പുറപ്പെട്ട ഗവർണർക്ക് നേരെ വീണ്ടും കരിങ്കൊടി പ്രതിഷേധം. പ്രവർത്തകർ വാഹനത്തിൽ അടിക്കുന്നതുൾപ്പെടെയുള്ള സംഭവങ്ങൾ. എന്നാൽ വാഹനം 2 കിലോമീറ്റർ നീങ്ങി പേട്ടയിലെത്തിയപ്പോൾ സംഭവിച്ചത് തികച്ചും അസാധാരണമായ നീക്കം. ബ്ലഡി ക്രിമിനൽസ് എന്ന് ആക്രോശിച്ച് ഗവർണർ SFIക്കാർക്ക് നേരെ പാഞ്ഞടുക്കുന്നു. പോലീസും സുരക്ഷാ ഉദ്യോഗസ്ഥരും വെള്ളം കുടിച്ച നിമിഷങ്ങൾ. തൊട്ടടുത്ത ദിവസം ഗവർണർക്ക് ഹൈക്കോടതിയിൽ നിന്ന് കടുത്ത പ്രഹരം. കേരള സർവകലാശാല സെനറ്റിൽ 4 വിദ്യാർത്ഥികളെ നിയമിച്ച തീരുമാനം ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ഇതോടെ ആവേശത്തിൽ SFIയുടെ മറ്റൊരു സമരപ്രഖ്യാപനം. കേരളത്തിലെ സർവകലാശാലകളുടെ ചാൻസലർ കേരളത്തിലെ ഒരു ക്യാമ്പസിനകത്തും പ്രവേശിക്കില്ല എന്ന് ഉറപ്പുവരുത്തുന്ന നിലയിലായിരിക്കും SFIയുടെ സമരം. കരിങ്കൊടി പ്രതിഷേധം ഉൾപ്പെടെ വരുന്ന ദിവസങ്ങളിൽ SFI കൂടുതൽ കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നതിനകത്ത് തർക്കമില്ല. SFIയുടെ സമരപ്രഖ്യാപനം കേട്ട പാതി കേൾക്കാത്ത പാതി ക്യാമ്പസിൽ കാലുകുത്താൻ ഗവർണറുടെ തീരുമാനം. കോഴിക്കോട് ഗസ്റ്റ് ഹൗസിന് പകരം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഗസ്റ്റ് ഹൗസിൽ താമസിക്കുമെന്നും ഗവർണർ. ഇതോടെ പ്രതിഷേധവുമായി SFI രംഗത്തെത്തി. ഞായറാഴ്ച SFI പ്രതിഷേധം പ്രഖ്യാപിച്ചിരുന്നില്ല. എന്നാൽ സർവകലാശാലയിലെ പോസ്റ്ററുകൾ കണ്ട ഗവർണർ പ്രകോപിതനായി. സർവകലാശാലയോട് വിശദീകരണം തേടിയ ഗവർണർ പോലീസുകാരെ കൊണ്ട് ബാനറുകൾ അഴിപ്പിച്ചു. You don't have eyes to see this? It's not like that, sir. What is like that? What is like this? ഇതോടെ കേരളത്തിലെ മിക്ക ക്യാമ്പസുകളിലും ചാൻസലറായ ഗവർണർക്കെതിരെ SFI ബാനറുകൾ ഉയർത്തി. കോഴിക്കോട് നഗരത്തിലിറങ്ങിയ ഗവർണറുടെ പ്രകടനം സുരക്ഷാ ഉദ്യോഗസ്ഥരെയും വെള്ളം കുടിപ്പിച്ചു. കുട്ടികളോട് കയർക്കുന്ന, അവരെ ബ്ലഡി ക്രിമിനൽസ് എന്ന് വിളിക്കുന്ന ഒരു ചാൻസലർ, താൻ ഭരണാധിപനായ ഒരു പ്രദേശത്തെ ക്രിമിനലുകളുടെ നാട് എന്ന് പറയുന്ന ഗവർണർ, എല്ലാ സുരക്ഷാ വലയങ്ങളും ഭേദിച്ച് അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്ന ഒരു VVIP. ഏത് നിലയിലും ഗവർണറുടെ ഈ നടപടികളെ അസംബന്ധ നാടകമായി മാത്രമേ കാണാനാകൂ. അല്ലെങ്കിൽ അസംബന്ധമെന്ന് തോന്നിപ്പിച്ച് കൃത്യമായി നടപ്പിലാക്കുന്ന ഒരു രാഷ്ട്രീയ നാടകം.